ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും വലിയൊരു ഷോക്കേസാണ് ഹോണ്ട ഇപ്പം നടത്തിയിട്ടുള്ളത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു ഷോക്കേസും കൂടിയായിരുന്നു. ഏകദേശം 10 മോഡൽസ് അവർ അൺവെയിൽ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരുപാട് മോഡൽസ് മിസ്സിംഗ് ആണ്. പിന്നെ ഹോണ്ട CRFന് പകരം XRനാണ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഹോണ്ട XRലേക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള റീസൺ? CRFന് പകരം ഈ വണ്ടി കൊണ്ടുവരാനുള്ള റീസൺ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ശരിക്കും പറഞ്ഞാൽ XR കിട്ടിയത് തന്നെ വലിയ കാര്യം തന്നെയാണ്. ഹോണ്ട ശരിക്കും ഇന്ത്യയിലേക്ക് പുതിയ ബൈക്കുകൾ കൊണ്ടുവരാൻ ഭയങ്കര മടിയാണ്. ഹോണ്ട ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് ബൈക്കുകൾ കൊണ്ടുതരാറില്ല. കഴിഞ്ഞൊരു 5 വർഷത്തെ ലോഞ്ച് ഇവൻറ്റ് നോക്കിയാൽ മനസ്സിലാവും, വളരെ കുറച്ച് മോഡൽസ് മാത്രമേ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. ഇത്രയും ലോഞ്ച് അവർ ചെയ്യാൻ പ്ലാൻ ചെയ്തതിൻ്റെ റീസൺ, പല മോട്ടോർ സൈക്കിളും ഇപ്പോൾ സെയിൽസ് കുറവാണ്. ഹോണ്ടയുടെ ഹോർനെറ്റിനായാലും CB ആയാലും CB 200Xനൊക്കെ നല്ല സെയിൽസ് കുറവാണ്. ഇന്ത്യയിലാണെങ്കിൽ അഡ്വഞ്ചർ ബൈക്കിനൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട്. എല്ലാവരും ഇപ്പോൾ ചൂസ് ചെയ്യുന്ന ബൈക്കുകൾ ADV മോട്ടോർ സൈക്കിളൊക്കെയാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഹോണ്ട ഇത്രയും വലിയ ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചത്. CRF ഇന്ത്യയിലേക്ക് കൊണ്ടുവരാത്തതിൻ്റെ മെയിൻ റീസൺ വില കുറക്കാൻ വേണ്ടി തന്നെയാണ്. CRF ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ CKD CBI റൂട്ടിലായിരിക്കും ഇന്ത്യയിൽ എത്താൻ പോകുന്നത്. അപ്പോൾ നല്ല പ്രൈസിംഗ് ആയിരിക്കും. ഏകദേശം ഒരു 4 lakhന് അടുത്ത് വരെ പ്രൈസിംഗ് ഒക്കെ വന്നേക്കാം. CRFിൻ്റെ എഞ്ചിനായാലും ഹോണ്ടയുടെ CB 300Rൽ ഉപയോഗിച്ചേക്കുന്ന സെയിം എഞ്ചിനാണ്. അതൊരു അടിപൊളിയായിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. നല്ല പവർഫുൾ എഞ്ചിനും കൂടിയാണ്. ലിക്വിഡ് കൂൾ എഞ്ചിനും കൂടിയാണ്. 286cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. DOC എഞ്ചിനും കൂടിയാണ്. ആ ഒരു എഞ്ചിൻ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആവും. അതുകൊണ്ടാണ് അവർ XRന് CB 300Fൻ്റെ സെയിം എഞ്ചിൻ കൊടുത്തിട്ട് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നത്. ഹോണ്ടയുടെ CB 300F നല്ലൊരു വണ്ടിയാണെങ്കിലും ഇന്ത്യയിൽ പരാജയപ്പെട്ട ഒരു മോഡലാണ്. ഒന്നാമത്തെ റീസൺ വണ്ടിയുടെ പ്രൈസിംഗ് ആണ്. ഹോണ്ടയുടെ പ്രൈസിംഗ് എപ്പോഴും ഹൈ ആയിരിക്കും. പക്ഷെ ഒരു സമയത്ത് പ്രൈസ് കുറച്ചിട്ടുണ്ടെങ്കിലും വണ്ടി ആരും അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. ഇറങ്ങിയ സമയത്ത് തന്നെ നല്ലൊരു പ്രൈസിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വണ്ടി ക്ലിക്കാവുമായിരുന്നു. പിന്നെ ഹോണ്ടയുടെ തന്നെ CB 300R വെച്ചിട്ട് ആ ഒരു എഞ്ചിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് വണ്ടിയുടെ എഞ്ചിന് നല്ല ക്യാരക്ടറിൽ വ്യത്യാസമുണ്ട്. ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് CB 300Fൻ്റെ എഞ്ചിൻ വെച്ചിട്ടാണ് XR ഇന്ത്യയിലേക്ക് പ്ലാൻ ചെയ്യുന്നത്. വണ്ടി ഒരു പ്യുവർ ഇന്ത്യൻ മോഡലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. മാക്സിമം പ്രൈസ് കുറച്ചിട്ടായിരിക്കും ഇന്ത്യയിലേക്ക് ലോഞ്ച് പ്ലാൻ ചെയ്യുന്നതും. CBയുടെ എഞ്ചിൻ വരുന്നതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് കുറച്ച് കുറയും, സർവീസ് കോസ്റ്റ് കുറയും, പിന്നെ പാർട്സും കുറച്ച് അഫോർഡബിൾ ആകാൻ സാധ്യതയുണ്ട്. പിന്നത്തെ ഫാക്ടർ CRF ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഒരു പ്രോപ്പർ ADV ആണ്. ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും കണക്റ്റ് ആകാൻ ചാൻസ് ഇല്ല. ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് എല്ലാവരും ഓഫ് റോഡിന് മാത്രമല്ല വണ്ടി യൂസ് ചെയ്യാറ്. ഡെയിലി യൂസിനും കമ്മ്യൂട്ടിങ്ങിനും എല്ലാ ആവശ്യത്തിനും ഓഫ് റോഡ് ബൈക്കുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പിലൊരു ബൈക്ക് കൊണ്ടുവരണം. അതുകൊണ്ടാണ് അവർ XR തിരഞ്ഞെടുക്കാൻ കാരണം. പക്ഷേ ഈ രണ്ട് വണ്ടിയും ഒരേ DNA ഉള്ള ബൈക്കാണെങ്കിലും XRനേക്കാൾ കുറച്ചും കൂടി ഓഫ് റോഡ് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ കൺട്രോളൊക്കെ കൂടുതൽ കിട്ടാൻ പോകുന്നത് CRFന് തന്നെയാണ്. അതായത് വണ്ടിയുടെ ഷോക്ക് സെറ്റപ്പിലായാലും ഗ്രൗണ്ട് ക്ലിയറൻസിലായാലും ബാക്കിയുള്ള കുറച്ച് ക്വാളിറ്റിയിലായാലൊക്കെ CRF കുറച്ചും കൂടി മുന്നിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. പ്രൈസിങ്ങിൻ്റെ ഒരു ഫാക്ടർ കൊണ്ട് തന്നെയാണ് CRF ഇന്ത്യയിലേക്ക് കൊണ്ടുവരാത്തതിൻ്റെ മെയിൻ റീസൺ. എന്തായാലും കിട്ടിയത് വെച്ചിട്ട് സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. XRും ഒരു അടിപൊളി ബൈക്ക് തന്നെയാണ് ഒരു ഓഫ് റോഡ് കാറ്റഗറിയിൽ. മെയിനായിട്ട് എക്സ്പൾസ് KLXനൊക്കെ കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റും. വണ്ടിയുടെ ഒരു എക്സ്പെക്റ്റഡ് എക്സ്ഷോറൂം പ്രൈസിൽ 2 lakh എന്നും പറയുന്നുണ്ട്. 2.5 lakhന് അണ്ടറിലാണെന്നും പറയുന്നുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഹോണ്ട മുമ്പ് പാറ്റൻറ്റ് ചെയ്ത ഒരുപാട് ബൈക്ക് മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നു. ഹോണ്ടയുടെ CB 180 TR, പിന്നെ CBR 150, 250R ഒക്കെ ഇന്ത്യയിൽ ഇപ്പം മിസ്സിംഗ് ആണ്. ഇനിയും ആ ഒരു മോഡൽസിനൊക്കെ വേണ്ടി കാത്തിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഹോണ്ടയ്ക്ക് CBR 150 ഒക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ 150 സെഗ്മെൻറ്റിൽ ഹോണ്ടേനെ ഒരു സ്പോർട്സ് ബൈക്കൊന്നുമില്ല. അപ്പോൾ നല്ലൊരു ചോയ്സ് ആയിരിക്കും. പക്ഷെ അതൊന്നും വരെ ഷോക്കേസിങ്ങിനോ അല്ലെങ്കിൽ പ്ലാനിലൊന്നും ഇപ്പം നിലവിലില്ലാത്ത മോഡൽസാണ് CBR ഒക്കെ. എന്നാലും ഇപ്പം ഷോക്കേസ് ചെയ്ത മോഡലൊക്കെ 2026-27 ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തും.